ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിഭാഗം അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറാക്കിയതിൽ സർക്കാരിന്റെ യു-ടേൺ. സ്മാർട്ട് ക്രിയേഷൻസ് മുൻ അഭിഭാഷകൻ KB പ്രദീപിനോട് പ്ലീഡർ സ്ഥാനത്ത് നിന്ന് രാജി മുഖ്യമന്ത്രി ചോദിച്ചു വാങ്ങി. ഭക്തർക്ക് സംശയമുണ്ടായതിനാലാണ് തീരുമാനമെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ പ്രതികരിച്ചു. സ്വർണ്ണക്കൊള്ള പ്രതികളുമായി ബന്ധമുള്ള ആളെ സർക്കാർ അഭിഭാഷകനായി നിയമിച്ചത് കള്ളന് ചൂട്ടുപിടിക്കുന്നതിന് തുല്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ശബരിമല സ്വർണ്ണക്കള്ളക്കേസിൽ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഹാജരായ KB പ്രദീപിനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചതിനെതിരെ പ്രതിഷേധം വ്യാപകമായതിനെ തുടർന്നാണ് രാജി ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രി VD സതീശൻ നിർബന്ധിതനായത്. പ്രതിക്ക് വേണ്ടി കോടതിയിൽ വാദിച്ച അഭിഭാഷകനെ സർക്കാർ തന്നെ ദേവസ്വം പ്ലീഡറായി നിയമിച്ചതിനെതിരെ പ്രതിപക്ഷം ശക്തമായി പ്രതികരിച്ചിരുന്നു. സർക്കാരിനെ സംശയത്തിൽ നിർത്തുന്ന തീരുമാനത്തിനെതിരെ പ്രതിഷേധം വന്നതോടെ ഇന്ന് രാവിലെ പ്രദീപിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നാലെ രാജി സമർപ്പിച്ച അഡ്വക്കേറ്റ് KB പ്രദീപൻ സ്ഥാനമൊഴിഞ്ഞു. സതുദ്ദേശത്തോടെ ചെയ്തതാണെങ്കിലും അത് ഭക്തജനങ്ങൾക്ക് സംശയമുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞു. അദ്ദേഹം രാജിവെച്ചു. അങ്ങനെ ഏതെങ്കിലും ആരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഏർപ്പാട് UDF-നില്ല. ഞങ്ങൾക്ക് കൂട്ടത്തുരാഗത്തമാണ്. സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഹാജരായിക്കൊണ്ടിരുന്ന അഭിഭാഷകനെ സർക്കാർ നിയമിച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഇതിനകത്ത് ഏറ്റവും വലിയ കുറ്റാരോപിതനായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റിനെ തന്നെ ഇവിടെ ദേവസ്വത്തിന് വേണ്ടി നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിലുള്ള കള്ളന് ചൂട്ടുപിടിക്കലായിപ്പോയി. ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായിക്കൊണ്ടിരുന്ന അഭിഭാഷകനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചത് VD സതീശൻ സർക്കാരിന്റെ ഭാഗത്ത് സംഭവിച്ച ഗുരുതരമായ വീഴ്ചയാണ്. സർക്കാരിനെ രാഷ്ട്രീയമായി കൂടി പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്ന വിഷയത്തിൽ നിന്ന് തലയൂരാനാണ് അഭിഭാഷകനോട് രാജി ആവശ്യപ്പെട്ടത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.